ഗെറ്റ് റെഡി സിറ്റിസൺസ്. ഒരു അവയർനെസ്സാണ് ഇത്. കണ്ട, ഇത് സൂരജ് സാറിൻ്റെ പണി എവിടെയാണ്? ഡിസ്ട്രിക്ട് ജയിലിൽ. അപ്പോൾ ഇന്ത്യൻ സിറ്റിസനെ പഴങ്ങാടി പോലീസ് പിടിച്ചോണ്ട് പോകുമ്പോൾ അങ്ങനെ വന്നിട്ട് പിടിച്ചോണ്ട് പോകുക ഇതിന്. അപ്പോൾ അതിലുള്ള ഒരു കറപ്ഷനാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ RTI ചോദിച്ചു കഴിഞ്ഞാൽ അവർ മറുപടി തരും. അപ്പോൾ RTIക്ക് അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ചോദിച്ചത് മെഡിക്കലിൻ്റെ കാര്യങ്ങളാണ്. കാരണം ഡോക്ടർക്കെതിരെയുള്ള പരാതി ആയതുകൊണ്ട് ആ കാര്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ കണ്ട, സൂപ്രണ്ടൻറ്റ് ഗ്രീൻ കളറിൽ തന്നെ സൈൻ ചെയ്തിട്ട് തരും. ഇതാണ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതിലൊരു പോയിൻ്റ് പറയാനുള്ളത്, ഡോക്ടറെ അടുത്ത് പോയാലോ അവർ കാര്യങ്ങൾ ചോദിക്കും. ഇന്ത്യൻ സിറ്റിസനെ കണ്ണൂരും കൊണ്ടുപോയിന്, എരിപുരത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിന്. അപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിൽ ആ ലേഡി അന്ന് പറഞ്ഞത്, നീ ഒപ്പിടണ്ട, പക്ഷേ ടെസ്റ്റിന് നിൽക്കണം, എല്ലാ ടെസ്റ്റും നിന്ന് കൊടുത്തു, എന്നിട്ട് പറഞ്ഞ് ഒപ്പിടുക. എന്നാലും ഇന്ത്യൻ സിറ്റിസൺ പറഞ്ഞ് ഒപ്പിട്ടില്ല. അങ്ങനെയാണ് പിടിച്ചുകൊണ്ട് പോയിട്ട് കോടതിയിൽ കൊണ്ടുപോയിട്ട് മജിസ്ട്രേറ്റിന് മുന്നിലാക്കിയിട്ട് റിമാൻഡ് ആക്കും. മജിസ്ട്രേറ്റ് പിന്നെയും മെഡിക്കൽ എടുപ്പിക്കും. അപ്പോൾ മെഡിക്കൽ എടുപ്പിക്കുമ്പോൾ പറയുന്ന വർത്തമാനം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അപ്പോൾ ഇഞ്ചുറി ഇഫ് എനി, യെസ്, പെയിൻ ഓവർ ബോത്ത് ഷോൾഡേഴ്സ്. രണ്ട് കൈയും പിടിച്ച് കയറ്റിയിട്ടാണ് വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന്, പിന്നെ അട്ടഹാസം തന്നെ. അപ്പോൾ ഇതാണ് കോടതിയിൽ കൊടുക്കാനുള്ള. RTI വെച്ചിട്ട് തന്നെ ചോദിക്കണം. അത് കോടതിയിലായാലും കോപ്പി ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുക. മറ്റുള്ള ഏത് കാര്യങ്ങളായാലും RTI വെച്ച് ചോദിച്ചാൽ നിങ്ങളുടെ അവകാശം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ പ്രശ്നം ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഡോക്ടർമാരോട് ഈ കാര്യങ്ങളും ഒപ്പിടാനും ഇവർ നമ്മളെ ബലമായിട്ട് പിടിച്ചുകൊണ്ടാന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാർ അവിടുത്തെ കമ്മീഷണറെ വിളിക്കണം, അല്ലെങ്കിൽ DSPനെ വിളിക്കണം. ഇവർ കാരണം ലോക്കൽ പോലീസാണ് പിടിച്ചുകൊണ്ടിരുന്നത്. അവരെ മുകളിലുള്ള ആൾക്കാർ ഒന്ന് DSPയും ഒന്ന് IPSും ആണ്. ഇവർ രണ്ടാളെയും വിളിക്കാനാണ് ഇന്ത്യൻ സിറ്റിസൺ അവിടെ പറയും കൂടി ചെയ്തതിന്, നിങ്ങൾ വിളിക്കി, ഇവർ ലോക്കൽ പോലീസാണ് പഴയങ്ങാടി, എനിക്ക് ACP പ്രദീപ് സാർ അറിയാം, IPS നിതിൻ രാജ് സാറെ അറിയാം. എന്നിട്ടും ആ കണ്ണൂരെ ഡോക്ടർ ഒരൊറ്റ വാക്ക് കേൾക്കുന്നില്ല. കാരണം നിയമം മാറിയേ തീരും. കാരണം എല്ലാ ലോകത്തും ഒരേ നിയമമാണ്. പക്ഷേ ഇന്ത്യനെ അനുസരിച്ചിട്ട് കൾച്ചർ കുറച്ച് നല്ലതാണ്. കാരണം മതങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് ആ സ്നേഹത്തിൻ്റെ വാക്കുകളാണ് ജുഡീഷ്യറി പോലും ഉപയോഗിക്കുന്നുണ്ട്. ആയ ഉദ്ദേശശുദ്ധി മാനിച്ചുകൊണ്ട് എന്ന് പറയുന്നൊരു വാക്ക് കണ്ട, അത് എല്ലാ സ്ഥലത്തും പറയൂല. ആ ഇന്ത്യയിൽ മാത്രമാണ് കൂടുതൽ ആ വാക്ക് പറയുക, ഉദ്ദേശശുദ്ധിയെ മാനിച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു സ്ഥലത്തും ഒപ്പിടരുത്. അഥവാ പോലീസ് ഒപ്പിടാൻ പറഞ്ഞില്ലെങ്കിൽ, പിടിച്ചുകൊണ്ട് പോയിട്ട് ഒപ്പിടാൻ പറഞ്ഞില്ലെങ്കിൽ, അതിൽ ബൈ ഫോഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളം എഴുതാൻ അറിയെങ്കിൽ നിർബന്ധിച്ച് ഒപ്പിട്ടു, ഞാൻ ഒപ്പിടുന്നു, ഇത്രയേ ഇടണ്ടു, വേറെ ഒന്നും ചെയ്യണ്ട.